Hello guys, welcome back to our channel. It's me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും വർഷങ്ങൾക്ക് ശേഷം വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ ഒരുമിച്ച് മത്സരിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അതിനും അപ്പുറം നമ്മുടെ ആൾക്കാരുടെ ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് വർഷത്തിന് ശേഷം ഗോക്കുവിനെ നേരിൽ കാണാൻ കഴിയുന്നു എന്നതാണ്. ഗോക്കു ആണെങ്കിൽ അവിടേക്ക് ഞൊട്ടിയിടയിൽ കടന്നു വരും. അതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷം. അവരാണെങ്കിൽ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഹായ് ആയിട്ട് മത്സരിക്കാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്യും. ഗോക്കുവിനാണെങ്കിൽ അവന്റെ ഇളയ മകൻ ഗോട്ടനെ കണ്ട് ഒത്തിരി സന്തോഷം. അവനെ കാണാൻ ഗോക്കുവിനെ പോലെ തന്നെയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരു ന്യൂസ് റിപ്പോർട്ടർ ലേഡിയും ക്യാമറാമാനും അവരാണെങ്കിൽ ഓടി നടന്ന് ഓരോരുത്തരും ഇന്റർവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് വജീറ്റയെ കണ്ട് അവൾ പറയും, "തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. വായോ, നമുക്ക് എത്രയും വേഗം അദ്ദേഹത്തോട് ഒരു ക്ലിപ്പിംഗ്സ് മേടിക്കാന്ന് പറഞ്ഞ് വജീറ്റയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ വജീറ്റ ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് അങ്ങനെ ദൂരേക്ക് കടന്നു പോവാണ്. അതിനുശേഷം അവരാണെങ്കിൽ ഇപ്പൊ ഗോക്കുവാൻ ടീമിന്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, "നിങ്ങൾ എല്ലാവരും ഒരുപാട് ദൂരത്തു നിന്നാണ് ഇവിടേക്ക് ഫൈറ്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സത്യത്തിൽ നിങ്ങളിപ്പോ എവിടെ നിന്നാണ് വരുന്നത്?" അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിക്കും. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വരുന്നത് മറ്റൊരു യൂണിവേഴ്സിൽ നിന്നാണ്. അത് കേട്ട് ആ ക്യാമറാമാൻ ഞെട്ടും. റിപ്പോർട്ടർ ലേഡിയാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് ഇപ്പൊ ഗോക്കുവിനോട് പറയും, "നിങ്ങളുടെ തമാശയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ ചോദ്യം വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളോട് ചോദിച്ചത്." അതിന് ഗോക്കു ആണെങ്കിൽ അടിച്ചു പറയും, "ഞാൻ സീരിയസ് ആയിട്ടും സത്യസന്ധമായിട്ടും തന്നെയാണ് മറുപടി പറഞ്ഞത്. മരിച്ച ആൾക്കാർ മറ്റൊരു ലോകത്തേക്ക് പോകും. ഞാൻ ആ ലോകത്ത് നിന്നാണ് ഇവിടേക്ക് വന്നത്. എന്റെ തലയ്ക്ക് മുകളിലുള്ള ഈ ഒരു റൗണ്ട് കണ്ടില്ലേ, അത് അതിന്റെ അടയാളമാണെന്ന് പറയും." അത് കേട്ട് അവർ ഞെട്ടും. പിക്കലോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഫുൾ കലിപ്പില് ഇപ്പൊ ക്യാമറാമാന്റെ ക്യാമറ അത് തകർത്ത് കളയാണ്. അവർക്കാണെങ്കിൽ അവരുടെ ക്യാമറ തകർത്തതെന്ന് മനസ്സിലാവില്ല. ആ ലേഡി ആണെങ്കിൽ ഇപ്പൊ ക്യാമറാമാനോട് ദേഷ്യപ്പെടും. "ഓ നോ, ഒരുപാട് വാല്യുബിൾ ക്ലിപ്സ് അതിലുണ്ടായിരുന്നു, നീ അത് തകർത്തോ?" അതിനവൻ പറയും, "അയ്യോ ഇല്ല, ഞാനല്ല, ടാരോ എങ്ങനെയോ ആണ് ഇത് തകർത്തത്." കട്ട് ചെയ്ത വേറൊരു ഭാഗത്ത് മത്സരാർത്ഥികൾക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം അതിപ്പോ വേറൊരു സ്റ്റാഫ് തയ്യാറാക്കി കൊടുക്കും. വജീറ്റ ആണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഇവിടെ ആണെങ്കിൽ ഗോട്ടനോട് പറയും, "എനിക്ക് വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യാനായിരുന്നു ഇഷ്ടം. പക്ഷെ ഇന്ന് നമ്മൾ കരുതിയതുപോലെ അത്ര നല്ല ഫൈറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല" എന്ന് പറയും. പിക്കലോ ആണെങ്കിൽ അവന്റെ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് കടന്നു വരും. ആ സമയം രണ്ട് സ്റ്റാഫ് ആണെങ്കിൽ പിക്കലോട് ചോദിക്കും, "നിങ്ങൾ ആക്ച്വലി ഈ ഭൂമിയിലുള്ള മനുഷ്യനല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നിങ്ങളുടെ ബോഡി എന്തുകൊണ്ടാ ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്നത്?" കൺട്രോൾ പോയ പിക്കലോ അവനാണെങ്കിൽ ഉച്ചത്തിൽ അലറും, "എന്റെ കളറ് അത് ഈ പച്ചയായതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?" അത് കേട്ട് ഭയപ്പെട്ട ആ രണ്ട് സ്റ്റാഫുകളും അവിടുന്ന് ദൂരേക്ക് ഓടിപ്പോവും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും റെഡി ആയിട്ട് ഇപ്പൊ ട്രെയിനിങ് നടക്കുന്ന ആ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തും. പഴയ റെഫറി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് ഹാപ്പിയായി അവരുടെ അടുത്തേക്ക് ഓടി വരും. "വാവ്, ഒരുപാട് കാലമായി നിങ്ങളെ കാണാൻ. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു. ഇപ്പോഴാണ് നിങ്ങളെ കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. സത്യം പറയും, ആ സെല്ലിനെ തോൽപ്പിച്ച നിങ്ങളല്ലേ? എല്ലാ സത്യവും എനിക്കറിയാം. പക്ഷെ അവനാണ് ആ ക്രെഡിറ്റ് മുഴുവൻ എടുത്തത്. ഇവിടെ നടക്കാൻ പോകുന്നത് വലിയൊരു പോരാട്ടമാണ്. അത് ഇവിടെയുള്ളവർക്ക് അറിയില്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇതൊരു മത്സരമാണ്, സോ ദയവ് ചെയ്ത് സ്റ്റേജ് തല്ലി തകർക്കരുത്." അതിന് പിക്കലോ ആണെങ്കിൽ ഗൗരവത്തിൽ അവനെ നോക്കും. അവിടെയാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഇപ്പോ ഗോക്കുവിന്റെ തലയിലുള്ള ആ റിങ്ങിനെ കുറിച്ച് ചോദിക്കും. അതിന് ഗോക്കു പറയും, "ഞാൻ ആ സെല്ലുമായിട്ട് ഏറ്റുമുട്ടി മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു ദിവസത്തെ ലീവ് എടുത്ത് ഇവിടേക്ക് വന്നതാണ്." ഫ്രീ ആണെങ്കിൽ അത് കേട്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് പറയും, "എന്തായാലും നിങ്ങൾ കള്ളം പറയില്ല എന്നെനിക്കറിയാം. നിങ്ങളുടെ ഈ മത്സരം തീർച്ചയായിട്ടും നിങ്ങൾ അടിച്ചു പൊളിക്കണം. നല്ലൊരു ഓപ്പണിങ്സ് നിങ്ങൾ കൊടുക്കണം" എന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോകും. അല്പസമയം കഴിഞ്ഞ് സാറ്റൻ ആണെങ്കിൽ അവന്റെ വലിയ ഇൻട്രോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഇപ്പോ മത്സരത്തിന്റെ റൂള് അത് പറയാനായിട്ട് തുടങ്ങും. ഒരാളാണെങ്കിൽ റൂൾ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഒരുപാട് പേര് ഇവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പ്രധാന ഫൈറ്റിൽ 16 പേർക്ക് മാത്രമാണ് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ആ 16 പേരിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ജയിച്ചു വരുന്ന ആൾക്ക് സാറ്റാനുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കും. സോ ആ 16 പേരെ കണ്ടെത്താനായിട്ട് ഒരു പഞ്ചിങ് മെഷീനാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കാണിച്ചു തരിക. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള 16 പേരെ ആയിരിക്കും ആദ്യമായിട്ട് തെരഞ്ഞെടുക്കുക. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്കാവും. പഞ്ചിങ് മെഷീൻ അവിടേക്ക് കൊണ്ടുവന്ന് വെക്കും. ഫസ്റ്റ് പഞ്ച്, ആദ്യത്തെ പഞ്ച് ചെയ്യാനായിട്ട് സാക്ഷാൽ സാറ്റാൻ അവൻ തന്നെ കടന്നു വരികയാണ്. അവൻ അവന്റെ ബെൽറ്റ് ഒക്കെ ഉയർത്തി കാണിക്കും. ഈ ബെൽറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്നെ കഴിഞ്ഞും കൂടുതൽ പോയിന്റ് എടുക്കണം എന്ന് പറഞ്ഞ് അവൻ കൈ കറക്കി പഞ്ച് ചെയ്യാനായിട്ട് ഒരുങ്ങും. അടുത്ത നിമിഷം പിക്കലോ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ക്യാമറകളെല്ലാം തന്നെ തകർത്ത് കളയാണ്. ഇവിടെ സാറ്റൻ ആണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. "ഓ, ഞാൻ കൈയൊന്ന് ഉയർത്തിയപ്പോ തന്നെ ആ ക്യാമറകളൊക്കെ തകർന്നു പോയോ?" പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് പറയും, "നീ ഏതൊക്കെ ഗെറ്റപ്പിലേക്ക് മാറിയാലും നിന്റെ ക്ലാസ്സിലുള്ള സുഹൃത്തുക്കള് നിന്നെ തിരിച്ചറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ക്യാമറ ഞാൻ തകർത്തത്." അതിന് ഗോഹാൻ ആണെങ്കിൽ താങ്ക്സ് പറയും. ഇവിടെ സാറ്റാൻ കൈ മടക്കി ആ ഒരു പഞ്ച് മെഷീനിൽ ആഞ്ഞൊരു പഞ്ച്, 137 പോയിന്റ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. സാറ്റാൻ ആണെങ്കിൽ വിളിച്ചു പറയും, "നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ കഴിഞ്ഞും പോയിന്റ്സ് എടുത്ത് എന്നെ വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നുപോകും. അതിനുശേഷം അവിടെയുള്ള ഓരോരുത്തരായിട്ട് ഇപ്പൊ ടോക്കൺ ലോഡ്സ് ഒക്കെ എടുത്ത് പഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോരുത്തരായി പഞ്ച് ചെയ്തതിനു ശേഷം
ഇപ്പോ നമ്മുടെ 18. അവളാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് തട്ടും. മെഷീനിലാണെങ്കിൽ 771 നമ്പർ കാണിക്കും. അത് കണ്ട് എല്ലാവരും ഞെട്ടും. ആ ആങ്കർ ആണെങ്കിൽ ഇപ്പൊ അവളോട് പറയും, മെഷീൻ എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ഞങ്ങളത് റെക്ടിഫൈ ചെയ്തിട്ട് ഒന്നോടെ പഞ്ച് ചെയ്യും. അവരത് റെഡിയാക്കിയതിനു ശേഷം അവൾ വീണ്ടും വളരെ ചെറുതായിട്ടൊന്ന് തട്ടും. 200 മുകളിൽ അവളുടെ സ്കോർ പോവും. അത് കണ്ട് അവർ ഞെട്ടും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മാക്സിമം ചെറിയ രീതിയിൽ പഞ്ച് മെഷീനിൽ തട്ടും, പക്ഷെ നല്ല രീതിയിൽ സ്കോർ അത് പുറത്തേക്ക് വരും. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഞെട്ടും. അവസാനമായിട്ട് വജീറ്റ അവൻ അവിടേക്ക് വന്ന് കായ് ചുരുട്ടി ഒരൊറ്റ ഇട്ടി. ആ ഒരു ഇട്ടിയിൽ ആ ഒരു മെഷീൻ തന്നെ തകർന്നു പോവാണ്. അത് കണ്ട് ഗോഹാനാണെങ്കിൽ നൈസായി ദരിപ്പണിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. ചുന്ദരിപ്പെണ്ണാണെങ്കിൽ അതുകൊണ്ട് ഷോക്ക് ആവുകയാണ്. അവള് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് അങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. ഉടനെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, അടുത്തൊരു പഞ്ചിങ് മെഷീൻ അത് കൊണ്ടുവരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഗോക്കു ആണെങ്കിൽ വജിറ്റയോടും ബാക്കിയുള്ളവരോട് പറയും, നമ്മുടെ മക്കള് ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്, സോ എന്തുകൊണ്ട് നമുക്ക് അവിടേക്ക് പോയി അവരുടെ ഫൈറ്റ് കണ്ടുകൂടാ? ഇവിടെ നിൽക്കുന്നത് വളരെ ബോറിംഗ് ആണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കടന്നു പോകാനായിട്ട് ശ്രമിക്കും. ഇവിടെ ചുന്ദരി പെണ്ണാണെങ്കിൽ ഗോഹാനോട് പറയും, അവർക്കൊക്കെ ഭയങ്കര പവറാണ്, എനിക്ക് തോന്നുന്നത് അവര് ഭൂമിയിൽ നിന്നുള്ള ആൾക്കാരല്ല എന്നാണ്. എന്റെ അച്ഛൻ 137 പോയിന്റാണ് എടുത്തത്, അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആണ്. പക്ഷെ അവരുടെ ടീമിലുള്ള ഓരോരുത്തരും 200 മുകളിൽ പോയിന്റ്സ് എടുത്തു. അവർക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്, എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഭയവും വെറുപ്പൊക്കെ തോന്നുന്നു പറയും. അടുത്ത നിമിഷം ഗോക്കുവും ടീമും ആണെങ്കിൽ ഗോഹാന്റെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിക്കും. ഗോഹാൻ, നീ എത്രയും വേഗം പഞ്ച് ചെയ്ത് ജൂനിയർ വിഭാഗത്തേക്ക് കടന്നു വരണം. അവിടെ ഗൗട്ടന്റെയും ട്രങ്ക്സിന്റെയും ഒക്കെ മത്സരം നടക്കുന്നുണ്ട്. ഇതാരാ? ഇത് നിന്റെ ഫ്രണ്ടാണോ? അതിന് ഗോഹാൻ പറയും, അതെ, ചുന്ദരി പെണ്ണ്, ഇവളും ഈ മത്സരത്തിൽ മത്സരിക്കാനായിട്ട് വന്നതാണ്. അപ്പനാണെങ്കിൽ അവളെ നോക്കി ചിരിക്കും. അതിനുശേഷം ഗോഹാനോട് പറയും, നിന്റെ ഈ ഫ്രണ്ട് ശരിക്കും ഒരു ചുന്ദരിയാണ്, നിനക്ക് നന്നായിട്ട് ചേരും. ഗോഹാനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അയ്യോ ഇല്ല, ഇവള് വെറും എന്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടുന്ന് കടന്നു പോവാണ്. ചുന്ദരി പെണ്ണാണെങ്കിൽ ഷോക്കാവും. ഗോഹാൻ, നിനക്ക് അവരെ അറിയോ? നീയും അവരുടെ ടീമിൽപ്പെട്ട ആളാണോ? അതിന് ഗോഹാൻ പറയും, അതെ, ആ ഓറഞ്ച് ഷർട്ടിട്ട ആളാണ് എന്റെ അച്ഛൻ. അദ്ദേഹം ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ഒരു ചക്രം പോലെ അടയാളം കാണപ്പെടുന്നത്. ഈ ഒരു ഫൈറ്റിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. അത് കേട്ട് അവളുടെ ബോധം പോവും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ജൂനിയർ വിഭാഗത്തിന്റെ ഫൈറ്റ് അത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പഴയ ആങ്കർ ആണെങ്കിൽ ഇപ്പൊ സ്റ്റേജിലേക്ക് കടന്നു വന്ന് എല്ലാവരെയും അവിടേക്ക് ക്ഷണിക്കും. ആദ്യമായിട്ട് ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്ന ആ ഒരു സബ് ജൂനിയർ വിഭാഗം കുട്ടിക്ക് കിട്ടാൻ പോകുന്നത് 10 മില്യൺ ആണ്. സെക്കൻഡ് പ്രൈസ് വരുന്നവർക്ക് 5 മില്യണും. അതിനെല്ലാം മുൻപായിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഭൂമിയെ രക്ഷിച്ച സെയ്റ്റാനെ ഇവിടേക്ക് വിളിക്കാന്ന് പറയും. സെയ്റ്റാനാണെങ്കിൽ ഇപ്പൊ വമ്പം പോസൊക്കെ കൊടുത്ത് അവിടേക്ക് ഓടി വരും. കുട്ടികളും ജനങ്ങളെല്ലാവരും സെയ്റ്റാനെ കണ്ട് ആരവം മുഴക്കും. ആവേശം കൂടി വന്ന സെയ്റ്റാനാണെങ്കിൽ ചാടി വന്ന് ആ സ്റ്റേജിലേക്ക് കയറും. പക്ഷെ കാല് വഴുതി അടിച്ചു വീഴും. തല പോയി ഇടിച്ച് ആള് വേദന കൊണ്ട് പൊളയും. ചുറ്റുമുള്ളവരെല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെട്ട് നോക്കും. പക്ഷെ സെയ്റ്റാൻ ആളാണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത്, ഇത് ഞാൻ വെറുതെ പറ്റിച്ചതാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. അവിടെ തലയ്ക്ക് പുറകിൽ വലിയൊരു മുഴ അത് രൂപപ്പെട്ടിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, സെയ്റ്റാൻ അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഇൻട്രോ കൊടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം നടന്ന സെല്ലുമായിട്ടുള്ള പോരാട്ടം അതിന്റെ ഒരു ഫിലിം അതെടുത്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് മുൻപിൽ ആ ഫിലിം ഞാൻ പ്രദർശിപ്പിക്കാൻ പോവാണ്. സെയ്റ്റാനാണെങ്കിൽ ആ മൂവി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തടയാൻ ശ്രമിക്കുമെങ്കിലും ആങ്കർ ആണെങ്കിൽ ആ മൂവി കാണിക്കും. നമ്മുടെ ആൾക്കാരുടെ സെല്ലിന്റെ രൂപത്തിലൊക്കെ ആൾക്കാർ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയിൽ സെല്ലിന്റെ രൂപത്തിലുള്ള മോൺസ്റ്ററും ഗോക്കുവും തമ്മിൽ പോരാടുകയാണ്. ഇവിടെ പിക്കലോയ്ക്കും വജിറ്റയ്ക്കും ആ ഫിലിം ഒട്ടും ഇഷ്ടാവില്ല. പക്ഷെ ഗോക്കു ആണെങ്കിൽ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും. ഫിലിമിന്റെ അവസാനം തോറ്റുപോയ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും രക്ഷകനായിട്ട് സെയ്റ്റാൻ കടന്നു വരികയാണ്. സെയ്റ്റാൻ ആണെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവനെ തല്ലി തോൽപ്പിച്ച് തോൽവി ഏറ്റുവാങ്ങാൻ കഴിയാതെ സ്വയം പൊട്ടിത്തെറിക്കുന്ന ആ സെൽ മോൺസ്റ്ററിനെ കാണിക്കും. ഫിലിം തീർന്നു കഴിയുമ്പോൾ എല്ലാവരും സെയ്റ്റന്റെ പേര് വിളിച്ച് അങ്ങനെ കൈയടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഫിലിം കണ്ട് പൊട്ടിച്ചിരിക്കും. ഗോക്കുവിന് എന്തായാലും ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും. പക്ഷെ നാണം കെട്ട സെയ്റ്റാനാണെങ്കിൽ ഒരു ഭാഗത്ത് പോയിട്ട് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ട്രങ്ക്സും അതുപോലെ കോട്ടനും അവർ രണ്ടുപേരും പരസ്പരം കാര്യമായിട്ട് സംസാരിക്കും. ട്രങ്ക്സ് ആണെങ്കിൽ കോട്ടനോട് ചോദിക്കും, നീ ഈ ഒരു മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ സമ്മാനമായിട്ട് കിട്ടുന്ന ആ തുക വെച്ച് എന്താ ചെയ്യുക? അതിനവൻ പറയും, ഞാൻ ഒരുപാട് ടോയ്സും സ്വീറ്റ്സും ഒക്കെ വാങ്ങിക്കും. അതിരിക്കട്ടെ, നീ എന്താ ചെയ്യുക ട്രങ്ക്സ്? അതിന് ട്രങ്ക്സ് പറയും, ഇതുവരെ ഞാനൊന്നും തീരുമാനിച്ചില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു മഞ്ഞമുടിയൻ പയ്യൻ അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനോട് പറയും, എനിക്ക് കിട്ടിയത് ആ പച്ച ഡ്രസ് ഇട്ട പീറ പയ്യനെയാണ്, അവനെ ഒറ്റ പഞ്ചില് ഞാൻ തോൽപ്പിക്കുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ട്രങ്ക്സിന്റെ അടുത്തേക്ക് വന്ന് ട്രങ്ക്സിനെ ഭയപ്പെടുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ട്രങ്ക്സ് ആണെങ്കിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ സീനിയർ വിഭാഗം ഫൈറ്റിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് അതങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. മത്സരിക്കാനുള്ള കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇപ്പോ ആ റിങ്ങിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോ ട്രങ്ക്സിനെയും ഗോട്ടനെയും ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം. ഞാൻ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.